ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തർക്കങ്ങളുടെ എല്ലാം പുറകിൽ പരീശന്മാരാണ് എന്ന് പറഞ്ഞാൽ പരീശ മനോഭാവമുള്ളവരാണ് എല്ലാ തർക്കങ്ങളുടെയും പുറകിൽ. നിയമം കൊടുത്തവൻ, ജീവൻ കൊടുത്തവൻ, സകലതും കൊടുത്തവൻ, സകലതും സൃഷ്ടിച്ചവൻ, സകലതും പരിപാലിക്കുന്നവനായ യേശു ക്രിസ്തു ഭൂമിയിലിറങ്ങി മനുഷ്യനായിട്ട് യേശുവായിട്ട് വന്നപ്പോൾ അവനെ വചനം പഠിപ്പിച്ചവരാണ് ഈ ഭൂമിയിലുള്ള പരീശന്മാർ. ഈ ദൈവമായവൻ ഭൂമി വന്നപ്പോൾ അവനോട് തർക്കിച്ചവരാണ് ഇവിടെയുള്ള പരീശന്മാർ. അന്നും ഇന്നും എന്നും. അതാണ് പരീശന്മാരുടെ പ്രത്യേകത. ഇനി നമ്മൾ ഈ മത്തായി സുവിശേഷം 23-ാം അധ്യായം നമ്മൾ എടുത്തു വെച്ച് പാടിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. അതിൻ്റെ 2-4 വാക്യങ്ങളിൽ പറയുന്നു, വേദജ്ഞരും പരീശരും മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. യേശു പഠിപ്പിക്കുന്ന, അതുകൊണ്ട് അവരെ നിങ്ങൾ അനുസരിക്കണം, അവർ പറയുന്നതെല്ലാം ചെയ്യുകയും വേണം, എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. എന്തെന്നാൽ അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല. യേശുവാ പറയുന്നത്. അവർക്ക് അവയെ തൊടുവാൻ പോലും അവർക്ക് ഉദ്ദേശമില്ലെന്നാണ് പറയുന്നത്. പഠിപ്പീരൊക്കെ നടത്തും, പക്ഷേ അവർക്ക് അനുസരിക്കാൻ മനസ്സില്ല. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് 5 മുതൽ 7 വരെയുണ്ട്. അവർ ചെയ്യുന്നതെല്ലാം മനുഷ്യൻ കാണാൻ വേണ്ടിയാണ്. അവർ തങ്ങളുടെ മന്ത്രപ്പട്ടകൾക്ക് വീതിയും മേലങ്കിയുടെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ മാന്യസ്ഥാനവും പള്ളികളിൽ പ്രധാന ഇരിപ്പിടവും അവർ ആഗ്രഹിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ അഭിവാദനം ചെയ്യപ്പെടുന്നതും ആളുകൾ റബ്ബി എന്ന് വിളിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതായത് തങ്ങളുടെ മാന്യത വർദ്ധിപ്പിക്കുന്നു, തങ്ങളുടെ ഇരിപ്പിടം അന്വേഷിക്കുന്നു, പള്ളികളിലും വിരുന്നുകളിലും 1-ാം സ്ഥാനം ആഗ്രഹിക്കുന്നു, ഗുരുവേ എന്നുള്ള വിളി അവരാഗ്രഹിക്കുന്നു. ഇതാണ് അവരുടെ ഉദ്ദേശം. ഇനി അവരുടെ ലക്ഷ്യം എന്താണെന്ന് മത്തായി സുവിശേഷം 23-13 കപടഭക്തരും വേദജ്ഞരും നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് നേരെ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുകയുമില്ല. ഇവരുടെ പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്ന ഇതാ. ഇവർ മനുഷ്യനെ ഇവർ കയറുകയില്ല, മറ്റുള്ളവരെ കയറാനൊട്ട് അനുവദിക്കുകയില്ല. ഇനി അതിൻ്റെ 14 പറയുന്നു, കപടഭക്തരും വേദജ്ഞരുമായ പരീശരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും മറ്റുള്ളവർ കാണേണ്ടതിന് ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, തന്മൂലം നിങ്ങൾ അതികഠിനമായി ശിക്ഷിക്കപ്പെടും. ഇതാല് ഇവരുടെ അവസ്ഥയായത്. മറ്റുള്ളവർ കാണേണ്ടതിന് പ്രാർത്ഥന. എന്നാ പരിപാടി? പ്രാർത്ഥന. അയ്യോ, ഇതൊന്നും ദൈവം അംഗീകരിക്കുകയല്ലെന്നാണ് പറയുന്നത്. ഈ പരീശന്മാരാണ് ഈ തർക്കങ്ങളുടെ എല്ലാം പുറവിൽ. ഇനി ഇതിൻ്റെ 15 പറയുന്നു, കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ നിങ്ങൾക്ക് കഷ്ടം, ഒരാളെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു, ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളുടേതിൻ്റെ ഇരട്ടി നരകശിക്ഷയ്ക്ക് പാത്രമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരെ സുവിശേഷം പറഞ്ഞ് രക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചോദിച്ച മനുഷ്യനോടുള്ള മറുപടിയാണ്, കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ നിങ്ങൾക്ക് കഷ്ടം, ഒരാളെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കരയും കടലും ചുറ്റി സഞ്ചരിക്കുന്നു, ചേർന്ന് കഴിയുമ്പോൾ അയാളെ നിങ്ങളുടേതിനേക്കാൾ ഇരട്ടി നരകശിക്ഷയ്ക്ക് പാത്രമാക്കുന്നു. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ചോദിക്കുക, നിങ്ങൾ പലരെയും കൊണ്ടുവന്നു, നല്ലത്. എത്ര പേര് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും? എത്ര പേര് ഈ മുക്കിപ്പൊക്കിയതിൽ കർത്താവിനോടും വചനത്തോടും വിശ്വാസമുള്ളവരുണ്ട്? നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം പോലെ എത്ര പേര് ഇതിനെ മനസ്സുകൊണ്ട് വെറുത്തു? ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, കർത്താവിനെയും സുവിശേഷത്തിനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ ഗ്രഹിച്ച ആളുകൾ, ഒത്തിരി ആളുകൾ മതങ്ങൾ കാത്തിരിപ്പുണ്ട്. അവർ പറയുന്ന വെളിയിലോട്ട് ഇറങ്ങിച്ചെന്നാൽ കൂടാൻ ഒരു കൂട്ടമില്ല. ഇതെല്ലാം കള്ളക്കൂട്ടങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളും തെറ്റാ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് തന്നെ അങ്ങ് ഇരിക്കുക. അപ്പോൾ അവരാണോ, ഈ കള്ളക്കൂട്ടങ്ങളാണോ യഥാർത്ഥത്തിൽ നല്ലത്? ഈ കള്ളക്കൂട്ടങ്ങളുടെ നേതാവാണ് ഈ പരീശന്മാർ. ചോദ്യങ്ങളൊക്കെ ചോദിക്കും. യേശുവിനോട് ചോദിച്ചെങ്കിൽ, അപ്പസ്തോലനോട് ചോദിച്ചെങ്കിൽ വെറും ഒരു സാധുവായ എന്നെ വെറുതെ വിടുമോ? യേശുവിനോട് ചോദിച്ചു, അപ്പസ്തോലന്മാരോട് ചോദിച്ചു, യേശുവിനെയും കൊന്നു അപ്പസ്തോലന്മാരെയും കൊന്ന ഈ പരീശന്മാർ നമ്മളെ വെറുതെ വിടുമോ? എന്നിട്ട് എൻ്റെ 25-ാമത്തെ വാക്യം പറയുന്നത് എന്നറിയോ? കപടഭക്തിക്കാരും വേദജ്ഞരുമായ പരീശരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ പാനപാത്രത്തിൻ്റെയും തളികയുടെയും പുറം വെടിപ്പാക്കുന്നു, ഉള്ളിലോ അവ ദുരാഗ്രഹവും സുഖാസക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പുറമൊക്കെ നല്ല ക്ലീൻ ഷേവൊക്കെയാണ്, സ്വർണ്ണമൊന്നുമില്ല, തിളങ്ങുന്ന തേജസ്സാണ്, വെള്ള ഷർട്ട്, ടൈറ്റ് വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് അങ്ങനെ ചെത്തി നിൽക്കുകയാണെങ്കിലും ഉള്ളിൽ ദുരാഗ്രഹവും സുഖാസക്തിയുമാണ്. എങ്ങനെയുണ്ട്? വാച്ച് ചെയ്തോ? 26-ാമത്തെ വാക്യം പറയുന്നു,
അന്ധനായ പരീക്ഷ. ആദ്യം പാനപാത്രത്തിൻ്റെയും തളികയുടെയും അകം വെടിപ്പാക്കുക, അപ്പോൾ പുറവും ശുദ്ധമാകും. ദൈവം പറയുന്നത് ഇത് അകത്തെ കാര്യമാണ്, ഈ പുറത്തെ കാര്യമല്ല. നിന്നോട് ഭക്തി അഭിനയിക്കാനല്ല ദൈവം പറയുന്നത്, നമ്മളോട് ഭക്തി അഭിനയിക്കാനല്ല. ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പോലെ ഇത് അഭിനയിക്കാനല്ല പറയുന്നത്. സകല തർക്കങ്ങളുടെ പുറകിൽ അന്നും ഇന്നും പരീശന്മാരാ. ശ്രദ്ധിച്ചോ? കഷ്ടത പ്രസംഗിക്കുകയും പ്രസംഗിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇത് എനിക്ക് വേണ്ട, എനിക്ക് കരിമീൻ പൊള്ളിച്ച് കഴിക്കണം, എൻ്റെ വിശ്വാസി കുട്ടമ്മീൻ്റെ തല ചൂട്ട് തിന്നണം, എനിക്ക് കരിമീൻ പൊള്ളിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അത് വറുത്താൽ പോരാ, എനിക്ക് പൊരിച്ച് കഴിക്കണം. എനിക്കറിയാവുന്ന പ്രസംഗകരുടെ വീട്ടിലൊക്കെ ചെന്നപ്പോൾ ഇയാൾ കരിമീൻ കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കൂടെ ഇരിക്കുന്നവർക്ക് ഭക്ഷണത്തിന് വേറെ മീൻ കൊടുക്കുന്നത്. അയാൾ കരിമീൻ കഴിക്കും. ഞാനപ്പോൾ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇയാളൊക്കെ എന്തൊരു ദുഷ്ട കഥാപാത്രമാണ്. പറയുന്നത് കഷ്ടത, പ്രസംഗിക്കുന്നത് കഷ്ടത. കർത്താവ് ശുശ്രൂഷിച്ചു മാതൃക കാണിച്ചു തന്നെന്നൊക്കെ പറയും, പക്ഷേ ജീവിക്കുന്നത് രാജാവായിട്ടാണ്. എൻ്റെ ബർഗറിന് എക്സ്ട്രാ ചീസ്. കർത്താവിൻ്റെ ലാളിത്യം പറയും. ലളിതനായ ലാളിത്യത്തിൽ വസിച്ച കർത്താവ്, കഴുതപ്പുറത്ത് യാത്ര ചെയ്ത കർത്താവ്. എന്നിട്ട് BMW കാറേ നടക്കും, അല്ലെ ഓടി കാറേ നടക്കും, ഓടിയുടെ Q3 നടക്കും. അന്നേരം വേണ്ടേ നമുക്കറിയാവുന്ന വേറൊരു വിശ്വാസി അതിൻ്റെ 4ാം സീരീസ് മേടിച്ചെങ്കിൽ ഉടനെ നമ്മുടെ Q3 വിറ്റിട്ട് 7ാം സീരീസ് മേടിക്കും, അല്ലെ 6ാം സീരീസ് മേടിക്കും. ഇതൊക്കെ ഇന്നത്തെ ഇവിടുത്തെ അഭിനവ പെന്തക്കോസ് വിശ്വാസികൾ കാണിക്കുന്ന പണികളാണ്. സഭയിൽ എൻ്റേത് Q3 ആയിരുന്നു ഏറ്റവും വലുത്. ഇപ്പോൾ ഈ Q3ക്ക് കഴിഞ്ഞപ്പോൾ ഒരാൾ അതിൻ്റെ 4ാം സീരിയൽ മേടിച്ചു, അതിൻ്റെ കൂടിയത്. എന്നാൽ പിന്നെ എൻ്റേത് ഇച്ചിരി നഷ്ടത്തിലാണെന്ന് വിറ്റിട്ട് അതിൻ്റെ 6ാം സീരിയൽ ഞാൻ മേടിച്ചു, ഒരുത്തം മേടിച്ചു. എന്നിട്ട് പറയുണ്ടല്ലോ, എന്നിട്ട് പറയും കഷ്ടത പ്രസംഗിക്കണം. ഇതെല്ലാം കപടതയാന്ന് പറഞ്ഞ്. ഇത് പണമുള്ള പരീശന്മാർ. ഈ സാധാരണക്കാരുടെ ഇടയ്ക്കും കണ്ടമാനം പരീശന്മാരുണ്ട്. എനിക്കറിയാവുന്ന ഒരാളെ വിളിക്കുന്ന പരീശൻ എന്ന് കൂട്ടി അയാളെ ആ സഭയിൽ അറിയപ്പെടുന്നത് തന്നെ പരീശൻ ഇന്നയാളെന്ന് ആ സഭയിലുള്ള മറ്റുള്ളവർ വിളിക്കുന്നതാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ അവർ കേട്ടതും പഠിച്ചതിനും അപ്പുറത്ത് വേറെ ഒന്നുമില്ല. എനിക്ക് ശേഷം പ്രളയം. ഉള്ളിൽ ഉള്ള അറിവ് കൊണ്ട് വെളി കിടക്കുന്ന വലിയ അറിവുകളെ അന്ധമായി അങ്ങ് എതിർക്കുന്നു. പൗലോസിനെ നമ്മളിതിനകത്തൊരു മാതൃക കാണണം. പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ പറയുന്നത്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. ഇതെല്ലാം നേടിക്കഴിഞ്ഞുവെന്നോ പരിപൂർണനായെന്നോ ഞാൻ ചിന്തിക്കുന്നില്ല. ക്രിസ്തുവിൽ എന്തിനു വേണ്ടി എന്നെ പിടിച്ചിരിക്കുന്നുവെന്നോ അത് പിടിക്കാമെന്നോ എന്ന് വെച്ച് മുന്നോട്ടായുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സഹോദരരെ, ഇത് ഞാൻ പിടിച്ചെന്ന് കരുതുന്നില്ല. എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ദൈവം ക്രിസ്തുയേശുവിൽ എന്നെ വിളിച്ച സ്വർഗീയ വിളിയുടെ വിരുദ്ധനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. പുള്ളി ഓട്ടം നടത്തുന്നതേ ഉള്ളൂ, പിടിച്ചെന്ന് പുള്ളിക്ക് പോലും ഒരു ധാരണയില്ല. പുസ്തകത്തിൽ പേര് വന്ന ആൾ പറയുക, എനിക്ക് പോലും പിടിച്ചെന്നൊരു ഉറപ്പില്ല, ഞാൻ ഓടുന്നു. ഇനി പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി വലിയ ഭയങ്കര പണ്ഡിതനല്ലാഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷ എന്ന് വിചാരിപ്പേ. ഇങ്ങനെ തന്നെ നമ്മുടെ സഹോദരനായ പൗലോസും തനിക്ക് ദൈവം നൽകിയ ജ്ഞാനത്തോടെ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അദ്ദേഹം തൻ്റെ എല്ലാ ലേഖനങ്ങളിലും ഈ കാര്യങ്ങളെപ്പറ്റി എഴുതിയിരിക്കുന്നു. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. അറിവില്ലാത്തവരും ചിത്തരുമായ ചിലർ മറ്റു തിരുവെഴുത്തുകൾ എന്ന പോലെ ഇവയെയും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഈ പത്രോസ് മുക്കുവനായിരുന്നത് കൊണ്ട് അങ്ങേരുള്ള കാര്യം പറഞ്ഞു, അയ്യോ നമുക്ക് ഗ്രഹിക്കാൻ മേലാത്ത കുറേ കാര്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അസ്ഥിരചിത്തരായ കുറേ ആളുകൾ തങ്ങൾക്ക് നാശത്തിന് വേണ്ടി അതിനെയും കൂട്ടിക്കളയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവന് മനസ്സിലാകും ഞാൻ ഇതിനകത്ത് ഒന്നുമേ അല്ല, ഞാൻ പണ്ഡിതനുമല്ല, എനിക്കിപ്പം കൃഷ്ണയുടെ നടുക്കത്തെ സീറ്റേ കയറി മലന്ന് കിടക്കാനും മാത്രമുള്ളത് ഒന്നുമില്ല. ഞാൻ വല്ല ബിസിനസ്സും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എനിക്കൊരു ഒരു വരുമാനം തരുന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ചാൽ അതിൻ്റെ നടുക്ക് വേണേൽ ഇരിക്കാം. ഞാനൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ വേണേൽ എനിക്കിരിക്കാം. പക്ഷേ ശുശ്രൂഷ നിൽക്കുന്നവൻ അതിൻ്റെ പുറകെ കയറി മലന്ന് കിടക്കാനും മാത്രം ഒന്നുമില്ല. അത് ഒന്നും ഏതാണ്ടൊക്കെ ആണെന്ന് ചിന്തിക്കുന്നവരായി മലന്ന് കിടക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല.
അസ്ഥിര ചിത്തന്മാരായത് ഇതെല്ലാം കൂട്ടിക്കളഞ്ഞിട്ട് അവർ ചിന്തിക്കും. അതുകൊണ്ട് എന്നാൽ പരീശന്മാരങ്ങനെയല്ല, ഇവന്മാർക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീശന്മാരാണ് എല്ലാ തർക്കങ്ങളുടെയും പുറകിൽ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, തർക്കങ്ങളുടെ പുറകിലുള്ള പരീശന്മാർ മാനസാന്തരപ്പെടേണ്ടതിന്, നമ്മുടെ സഭകൾ നന്നാകേണ്ടതിന്, നമ്മുടെ ജനം അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, സമയത്തിനായി, സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പരീശന്മാരെയും പരീശ മനോഭാവമുള്ളവരെയും ദൈവം ശുദ്ധീകരിക്കണമേ, കണ്ണ് തുറന്നു കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.